ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. യൂറോ USDയുടെ നെക്സ്റ്റ് വീക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചാർട്ട് നോക്കാം. ആക്ച്വലി ഞാൻ മന്ത്ലിയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്, വേറൊന്നും കൊണ്ടല്ല. മന്ത്ലി ചാർട്ടിൽ ഞാനൊരു ഇക്വിലിബ്രിയം പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 50% ഏരിയ. അതായത് ഇപ്പോൾ ഈ ലാസ്റ്റ് നടന്ന ഓവറോൾ സെല്ലിൻ്റെ ഒരു 50% റേഞ്ച് വരുന്നത് ആ പ്രൈസാണ്. ഞാനിപ്പോൾ ഓൾറെഡി ചാർട്ട് മാർക്ക് ചെയ്തേക്കണം, നിങ്ങൾക്ക് കാണാം. EQ എന്നുള്ളത് പ്രൈസ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണാം. അപ്പം നമ്മളതിൻ്റെ തൊട്ടടുത്താണ്, ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. മേ ബി അങ്ങോട്ടായിരിക്കാം നമ്മൾ ഈ വീക്കിൽ എത്തിയിട്ട് നല്ലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെല്ല് നടത്തുക എന്നെനിക്ക് തോന്നുന്നു. അത് നമുക്ക് റീസൺ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഞാൻ അനാലിസിസ് ചെയ്ത് കണ്ടിരുന്നെങ്കിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ബൈയും സെല്ലിനുള്ള, അല്ലേ? നമ്മൾ വീക്ക്ലി മണി ലെവലിൽ നിന്ന് അതുപോലെ തന്നെ മന്ത്ലി ലെവലിൽ നിന്ന് ഒരു ഷോർട്ട് ടേം സെല്ല് കിട്ടുമെന്ന് പറഞ്ഞു നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം ഓൾറെഡി. ഓക്കെ, സോ മന്ത്ലിയിൽ ഇതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. മന്ത്ലി നമ്മൾ മിക്കവാറും ആ ഒരു EQ വന്നിട്ട് എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള സെല്ല് നടത്താൻ സാധ്യത കാണുന്നുള്ളൂ ഞാൻ. പിന്നെ ഉള്ളത് മുകളിലാണ്, നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ വേറെ മന്ത്ലിയുടെ ഒരു മണി ലെവലിൻ്റെ അടുത്തല്ല. സോ വേറെ ഇൻഫർമേഷനും നമുക്ക് മന്ത്ലിയിൽ ഇപ്പോൾ തൽക്കാലമില്ല. ഓക്കെ, നമുക്ക് വീക്കിലി ഒന്ന് പോകാം. വീക്കിലിയിലാണ് കഥകൾ നമുക്കുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഈ ക്യാൻഡിൽ ആക്ച്വലി തുടങ്ങിയത് നല്ല ബെയറിഷ് ക്യാൻഡിലായിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഷോർട്ട് ടേം സെല്ല് നമുക്ക് കിട്ടിയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ആ മന്ത്ലിയുടെ ഇംബാലൻസ് അതുപോലെ തന്നെ വീക്ക്ലിയുടെ ഇംബാലൻസിലാണ് നമ്മളിപ്പോഴും ഉള്ളത് കേട്ടോ. അതിലിപ്പോഴും മാറ്റമില്ല. കാരണം ഈ വീക്ക്ലിയുടെ ഇംബാലൻസിൽ നമുക്കിപ്പോഴും ഒരു ട്രേഡ്സ് പോലും കിട്ടിയിട്ടില്ല. ഇംബാലൻസ് എല്ലാം അൺമിറ്റിഗേറ്റ് വിൽക്കുന്ന ഇതുവരെ നമുക്ക് വീക്ക്ലി സെല്ലൊന്നുമില്ല. അതായത് ഈ മണി ലെവൽ ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ബട്ട് ആ ഷോർട്ട് ടേം സെല്ല് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ആ ഫസ്റ്റ് മിറ്റിഗേഷനിൽ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ പ്രൈസ് എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിഡൻ ആയിട്ടുള്ള ഡിമാൻഡിൽ നിന്ന് തന്നെ നമ്മൾ വീണ്ടും പുഷ് ചെയ്ത് ബുള്ളിഷായിട്ട് പോയിട്ടുണ്ട്. ലിറ്ററലി നമ്മൾ കഴിഞ്ഞ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്ത രണ്ട് കാര്യം നടന്നു. ഒന്ന്, ആ ഷോർട്ട് ടേം സെല്ലും നടന്നു. നമ്മൾ ചിലപ്പം ഈ ഏരിയ യൂസ് ചെയ്ത് തന്നെ ബൈ നടത്തുമെന്ന് പറഞ്ഞ് അത് നടന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം. പക്ഷേ മോറോവർ ഞാൻ ആക്ച്വലി ഈ വീക്ക് നോക്കുമ്പോൾ ഞാൻ രണ്ട് ക്യാൻഡിൽ നോക്കുന്നുണ്ട്. രണ്ട് ക്യാൻഡിലും കൂടെ ഞാൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻഡിസൈസീവ് ആയിട്ടാണ് തോന്നുന്നത് മാർക്കറ്റ്. ഇനീഷ്യലി ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കണം ലോ ടൈം ഫ്രെയിമിൽ ഈ വീക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഡെയിലിയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെയിലിയിൽ ഒരു മണി ലെവലും കൂടെ മാർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ബൈ കിട്ടുവാണെങ്കിൽ കൊള്ളായിരുന്നു. ഇനിഷ്യൽ ബൈ നമുക്ക് ആ മന്ത്ലി EQയിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സെല്ലായിരിക്കും നമുക്ക് കിട്ടുക എന്ന് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. എനിവേസ് ഈ വീക്കിൻ്റെ ഒരു 50% ഏരിയ നമ്മൾ ഇതുവരെ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അതും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൈസ് നെക്സ്റ്റ് വീക്ക് എത്തുക എന്നുള്ളതനുസരിച്ച് നമുക്ക് നോക്കാം. കറൻ്റ്ലി വീക്കിലി നോക്കുവാണെങ്കിൽ ബൈയും സെല്ലും രണ്ടും നോക്കാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഉള്ളത്. ഓക്കെ, അതിന് കുറച്ച് റീസൺ ഉണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീക്കിലിയുടെ അൺമിറ്റിഗേറ്റഡ് വിക്കിൻ്റെ ഓപ്പൺ നമ്മൾ വന്നിട്ട് നമ്മളിവിടെ ഒരു ട്രാൻസാക്ഷനും നടത്തിയിട്ടില്ല. അതായത് വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ട്രാൻസാക്ഷൻ ഒന്നുമില്ല. കഴിഞ്ഞ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്, ഓക്കെ, അഗെയിൻ ഞാൻ ക്യാൻഡിലെ ക്ലോസ് സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത്, ഇതിൻ്റെ ബോഡി മുകളിൽ പോയി ക്ലോസ് ചെയ്തില്ല ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ. ഓക്കെ, അങ്ങനെ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ പക്ക ബുള്ളിഷ് ആയിരുന്നേനെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ബോഡി ക്ലോസ് ഇല്ല, പകരം വിക്കാണ് ക്ലോസ് ചെയ്തത്. സോ അതെനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യം, നമ്മളിവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് പ്രീവിയസ് വീക്കിൻ്റെ ഹൈ നമ്മൾ എടുത്ത് സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, അങ്ങനെ സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഹൈ ആദ്യമേ എടുത്ത് കളയത്തില്ലായിരിക്കും. അതായത് ഈ കഴിഞ്ഞ വീക്കിൻ്റെ ഹൈ ചിലപ്പോൾ ആദ്യം എടുത്ത് കളയത്തില്ലായിരിക്കും. ഒരു ഷോർട്ട് ടേം സെൽ ആദ്യം കാണുമായിരിക്കും, പിന്നെ ആയിരിക്കും നമ്മളെടുത്ത് കളയുകയാണെങ്കിൽ. ഓക്കെ, മിക്കവാറും പ്രൈസ് അങ്ങനെ എസ്പെഷ്യലി യൂറോ USD നോക്കുകയാണെങ്കിൽ ആ പരിപാടി ചെയ്യാറുണ്ട്. സോ നമുക്കത് എക്സ്പെക്റ്റേഷൻ വെക്കാം. അഥവാ പ്രൈസ് ആദ്യമേ ഈ ഹൈ എടുത്ത് കളഞ്ഞാലും ഞാൻ ആ സെല്ലേ നോക്കത്തുള്ളൂ. കാരണം വീണ്ടും എന്നാൽ നമ്മൾ പ്രീവിയസ് വീക്കിൻ്റെ ഹൈ എടുക്കുന്നു, നല്ലൊരു ലിക്വിഡിറ്റി പൂൾ എടുത്തിട്ട് നമ്മൾ നല്ലൊരു മണി ലെവലിലോട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സെൽസിനോടാണ് ഇപ്പോഴും താല്പര്യം സ്റ്റാർട്ടിങ് ഓഫ് ദ വീക്ക്. ഓക്കെ, വീക്കിലി നമുക്ക് വേറൊരു ഇൻഫർമേഷനും ഇല്ല. ഉള്ള ഇൻഫർമേഷൻ ഇത് സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു
ഇൻഫർമേഷനാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ സ്വീപ്പ് ആൻഡ് ക്ലോസ് ആണ്. ആക്ച്വലി വീക്ക്ലിയുടെ സ്വീപ്പ് തന്നെ എഴുതി വെച്ചേക്കാം. അപ്പോൾ നമുക്കത് ലോ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ മാറത്തില്ല. ഓക്കെ, വേറെ ഇൻഫർമേഷനൊന്നും നമുക്ക് വീക്കിലി ഇല്ല. വീക്കിലി നമുക്ക് വേറെ മണി ലെവൽ ബൈക്കൊന്നും അടുത്തില്ല. പിന്നെ ഒരു EQ ബൈക്കുണ്ട്, അത് താഴെയാണ്. നമുക്കപ്പോൾ അതിനെപ്പറ്റി ഇപ്പം നോക്കേണ്ട കാര്യമില്ല. നമ്മൾ തൊട്ടടുത്തുള്ള ഏരിയ അല്ല, ഇനിയിപ്പോൾ സെല്ലിനുള്ള ഏരിയാസാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വീക്കിലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് ഇൻഡിസൈസീവ് ആണെങ്കിൽ ബൈ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീക്കിലി ബൈ ചിലപ്പോൾ നമുക്ക് ഡെയിലി ഏതെങ്കിലും നല്ലൊരു മണി ലെവലിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിക്കിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഈ വിക്കിൻ്റെ അകത്തോ എന്തെങ്കിലും ഡെയിലിയുടെ മണി ലെവൽ ഉണ്ടോ എന്ന് നോക്കണം. കൂടുതൽ പ്രിഫറൻസ് കഴിഞ്ഞ വീക്കിലെ ക്യാൻഡലിൻ്റെ വിക്കിൽ എന്തെങ്കിലും ഡെയിലിയുടെ മണി ലെവൽ ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും. നമുക്ക് ഡെയിലി പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഡെയിലി നമുക്ക് പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളന്ന് പ്ലാൻ ചെയ്ത പോലെ തന്നെ ആദ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ ആ ഷോർട്ട് ടേം സെല്ല് നടക്കുമെന്ന് പറഞ്ഞാൽ വൃത്തിക്ക് നടന്നിട്ടുണ്ട്. നമ്മളടുത്ത ആ സെല്ല് ലിറ്ററലി TP അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. അത് ഞങ്ങൾക്ക് പറഞ്ഞ പോലെ ആ ഷോർട്ട് ടേം സെൽ ലാസ്റ്റ് വീക്ക് നമുക്ക് വീക്ക് എന്താണ് ചെയ്തത്, ആദ്യം ആ സെല്ലാണ് തന്നത്. ആ സെല്ല് എന്ത് ചെയ്യുന്നു ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഡെയിലിയിൽ നോക്കിയാലും ഇതൊരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റിയാണ്. പ്രൈസ് വന്നു, നമ്മളിവിടെ നിങ്ങൾക്ക് ഓൾറെഡി കമ്മ്യൂണിറ്റി ഉള്ളവർക്കറിയാം, ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും പ്രൈസിനെ. പ്രൈസ് വന്ന് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, എക്സ്പാൻഡ് ചെയ്തു. നേരെ അടുത്ത ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ നമ്മൾ വീണ്ടും ഹൈ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്പെക്റ്റേഷൻ പ്രൈസ് വീണ്ടും ആ ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു EQ സെല്ല് വരെ. അഗൈൻ നമ്മൾ ഡെയിലിയുടെ അടുത്തുള്ള മണിയിലാണ് നമുക്ക് വിളിക്കാനായിട്ട് നമുക്ക് ആക്ച്വലി ഇംബാലൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇതായിരിക്കും ഡെയിലിയുടെ മണി ലെവലായിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം എടുക്കുന്ന അടുത്തുള്ളത് ബൈ മണി ലെവലാണ്. ആൻഡ് ഡെയിലിയുടെ ഇംബാലൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെയിലിയുടെ ലാസ്റ്റ് ഇംബാലൻസ് ആണ് നമുക്ക് കറൻ്റ്ലി ഉള്ളത് ഡെയിലിയുടെ മണി ലെവലായിട്ട്. പിന്നെ അൺമിറ്റിഗേറ്റഡ് വിക്കുണ്ട്, പക്ഷേ അത് ദൂരെയാണ്. അപ്പോൾ തൽക്കാലം അടുത്തുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. സോ ഇതാണ് അടുത്തുള്ളത്. H4 ചിലപ്പോൾ ഇതൊരു ഓർഡർ ഫ്ലോ ആയിരിക്കും, ഡെയിലിയിൽ അല്ല. അപ്പോൾ നമുക്കിത് H4 പോകുമ്പോൾ ഈ മണി ലെവൽ നമുക്ക് നോക്കാം. ഡെയിലിയുടെ 2 ക്യാൻഡിൽ നമ്മളെടുത്താലും ഇൻഡിസൈസീവ് ആണ്. ഓക്കെ, ഡെയിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വീപ്പ് ചെയ്താണ് ക്ലോസ് ചെയ്തിട്ടുള്ള, ബോഡി ക്ലോസ് ഇല്ല. അപ്പോൾ വീക്കിലി കണ്ടപ്പോഴും ബോഡി ക്ലോസ് ഇല്ല, അപ്പോൾ ഡെയിലി വരുമ്പോഴും വിക്കാണ്. ഓക്കെ, അപ്പോൾ 2 ഹയർ ടൈം ഫ്രെയിമിൽ സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ആ ഇനീഷ്യലി നമുക്ക് സെല്ലായിരിക്കും. H4ലും H1ലും M15ലൊക്കെ ഒരു ചെറിയ ഡെലിവറി നമുക്ക് ബെയറിഷായിട്ട് കിട്ടുമായിരിക്കും. ഈ ഒരു ഏരിയ വരെയൊക്കെ കിട്ടുകയാണെങ്കിൽ നൈസായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൺഡേ ട്യൂസ്ഡേ ഒക്കെ ചിലപ്പോൾ സെൽസ് മാത്രം നോക്കിയാൽ മതിയായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ന്യൂയോർക്ക് മാത്രമാണ് ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്കിൽ എങ്ങനെ ആയിരിക്കും നമ്മളെ ഇൻട്രാഡേ ചാർട്ട് വരുന്നത്, അതുപോലെ ആയിരിക്കും ഡിസൈഡ് ചെയ്യുക. സോ അഗെയിൻ ഒന്നും കാരണമില്ലാത്ത ട്രാൻസാക്ഷനൊന്നുമില്ല. നമ്മൾ ആ മന്ത്ലി വീക്കിലി അൺമിറ്റിഗേറ്റഡ് വിക്കി വന്നതിൻ്റെയാണ് ആ സെല്ല് നടന്നത്. അഗെയിൻ നമ്മൾ ഓവറോൾ ഡെലിവറി ബുള്ളിഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്ത് ചെയ്തു, ആ ബുള്ളിഷ് ഡെലിവറി കണ്ടിന്യൂ ചെയ്തു. ഇത് ഇൻഡ്യൂസ്മെൻറ്റും ഇത് ഇൻവാലിഡേഷനും ആയിരുന്നു. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ആസ് യൂഷ്വൽ. കറൻ്റ്ലി ഡെയിലി നമുക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. അഗെയിൻ ഇൻഡിസൈസീവ് ആണ്. ലാസ്റ്റ് ക്യാനിൽ നോക്കുന്നെങ്കിൽ മൊമെൻറ്റോ ഉണ്ട്, പക്ഷേ മുകളിലത്തെ വിക്കാണ് ഇവിടുത്തെ പ്രശ്നം. അത് കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ളൊരു ഹോൾഡ് ഹൈ അല്ലെങ്കിൽ വീക്ക്ലിയുടെ ഹൈ ഒക്കെ സ്വീപ്പ് ചെയ്താണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ലിക്വിഡിറ്റി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ നമുക്കിനി ലോ ടൈം ഫ്രെയിമിൽ പോകുമ്പോഴേ അറിയാവുള്ളൂ. കാരണം നമുക്കിപ്പോൾ വീക്കിലി നോക്കിയാലും ഡെയിലി നോക്കിയാലും ഇവിടെ സെല്ല് ചെയ്യാനുള്ള ഒരു മണി ലെവലും ഇല്ല. ഓക്കെ, ലിക്വിഡിറ്റി എടുത്തിട്ടേ ഉള്ളൂ. എന്തെങ്കിലും മണി ലെവലും കൂടെ കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം ഇനി ഇൻട്രാഡേക്ക് നമുക്ക് H4 തന്നെ കിട്ടിയേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് H4 പോയി നോക്കാം. വേറെ നമുക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല. ഡെയിലി H4 എനിക്ക് തോന്നുന്നു സെയിം ഡെലിവറിയാണ്. സോ H4 നമുക്ക് കാണാം. H4 നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഡെലിവറി ആയിരുന്നു. ലിറ്ററലി ടെക്സ്റ്റ് ബുക്ക് ഡെലിവറി ആയിരുന്നു ആ വീക്ക്ലിയുടെ മണി ലെവലിൽ വന്നിട്ട് പ്രൈസ് ചെയ്തത്. ഓക്കെ, അതായത് നമ്മളെ സെല്ല് ഇവിടെ ആയിരുന്നു കേസ്. എനിക്കൊന്ന് 1 ഹവറിൽ പോകുമ്പോഴേക്കും കാണാൻ പറ്റും. ഇവിടെ ആയിരുന്നു നമ്മൾ ആ സെല്ലെടുത്ത ഏരിയ. നിങ്ങൾക്ക് ലാസ്റ്റ് വീക്ക് ഓർമ്മയുണ്ടെങ്കിൽ. അതല്ലാണ്ട് വേറെയും സെൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ സ്റ്റോപ്പ് ലോസസും ഉണ്ട്, ബ്രേക്ക് ഇവൻസും ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എസ്പെഷ്യലി കമ്മ്യൂണിറ്റി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ ഡെലിവറിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ടെക്സ്റ്റ് ബുക്ക് ഡെലിവറിയാണ് പ്രൈസ് ചെയ്തതെന്ന് നോക്കിയാൽ. ഇൻഡ്യൂസ് ചെയ്തു, ബ്രീച്ച് ചെയ്തു, ഇൻഡ്യൂസ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് അത് ഫെയിലായത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡ്യൂസ്മെൻറ്റ് വർക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം ഈ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തുകൊണ്ടാണ്. H4 നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
H4ലും ഈ ലോ തന്നെയാണ് ഇൻഡ്യൂസ്മെൻറ്റ് പ്രൈസ്. ഡെയിലിയുടെ H4ൻ്റെ ആ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടാണ് ആ എൻ്റെ ട്രാൻസാക്ഷൻ നടത്തിയത്. നോ ലിക്വിഡിറ്റി നോ ട്രാൻസാക്ഷൻ, ലിറ്ററലി ടെക്സ്റ്റ് ബുക്ക് നടന്നു. ഇവിടെ വെച്ചാണ് പിന്നെ H4 നമ്മളെ ബെയറിഷ്നെസ് ഇൻവാലിഡായി SLQ എടുത്തു. SLQ ആക്ച്വലി ഇപ്പോൾ ഉപയോഗമില്ല, കാരണം നമ്മൾ സ്വീപ്പ് നടത്തിയിട്ടുണ്ട്. ഡെയിലിയുടെ ഇംബാലൻസ് എന്ന് പറയുന്നത് H4ൻ്റെ ഒരു ഓർഡർ ഫ്ലോയുടെ ഓപ്പൺ ആണ്. നമുക്ക് ആക്ച്വലി ഡെയിലി അവിടെ വെച്ചാൽ മതി. ആൻഡ് ഇതെനിക്ക് തോന്നുന്നു ഓപ്പൺ ഇംബാലൻസ് ആയിരിക്കും. ഇത് നമുക്ക് നോക്കാം. ഇതൊരു ഏരിയ ഉണ്ട്, ഇത് H4ൻ്റെ ആയിരിക്കും. മണി ലെവൽ മാർക്ക് ചെയ്തിട്ടേക്കാം, കാരണം H4 ഞാൻ പൊതുവേ ആദ്യമേ മാർക്ക് ചെയ്തിടാറില്ല. ഞാൻ എൻ്റെ സെഷനിൽ വന്നിട്ട് മാത്രമാണ് H4 നോക്കുന്നത്. തൽക്കാലം നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ, H4ൻ്റെ ഓപ്പൺ ഇംബാലൻസ് ആണിത്. ഓക്കെ, വേറെ നമുക്കൊന്നും ഇല്ല. ഓക്കെ, തൽക്കാലം അടുത്ത് വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഓർഡർ ഫ്ലോ ഉണ്ട്. ആ ഓർഡർ ഫ്ലോയിൽ നിന്നാണ് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. H4 നോക്കിയാൽ H4 നമുക്കൊരു ഹൈ ഉണ്ട്. H4 ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. ആ വീക്കിലിയുടെ സ്വീപ്പ് എടുത്തിട്ട് നമ്മൾ ആക്ച്വലി ഒരു H4ൻ്റെ മണി ലെവലിലാണ്, ഒരു ഹിഡൻ സപ്ലൈയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഹിഡൻ സപ്ലൈയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ചെറിയ സെൽ ട്രാൻസാക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഏഷ്യ അല്ലെങ്കിൽ ലണ്ടനിൽ പ്രൈസ് ഇവിടെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കണം ആദ്യം. അതനുസരിച്ചിരിക്കും ബാക്കി പ്ലാൻ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ആ സെല്ലിൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടുതലാണ്. നമ്മളിപ്പോൾ പ്രീമിയത്തിലാണ് നിൽക്കണം. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയത്തിലെ സെൽസ് നോക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ഉചിതം എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇക്വിലിബ്രിയം നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് H4ൻ്റെ ഓപ്പൺ ഇംബാലൻസിൻ്റെ ഡെയിലിയുടെ ആ ഇംബാലൻസിൻ്റെയും അവിടെയാണ് നമുക്ക് ബെസ്റ്റ് ബൈ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കാണുന്നത്. അതിന് താഴെ ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു റിസ്കി ആയിരിക്കും. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീക്ക് മൺഡേ തുടങ്ങുമ്പം എങ്ങനെയാണ് H4 ഡെലിവർ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ. ഇവിടുത്തെ ബൈക്ക് എനിക്കിപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, പക്ഷേ അത് ആ ഓർഡർ ഫ്ലോ നമ്മൾ ഓൾറെഡി ഡെയിലി കണ്ടായിരുന്നു, ഒരു വലിയ വീക്ക് ഉണ്ടായിരുന്നു. H4 ഓർഡർ ഫ്ലോ തന്നെയാണിത്. ഓർഡർ ഫ്ലോ ഇപ്പോൾ മിറ്റിഗേറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി ഒന്ന് ബൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ മിറ്റിഗേറ്റഡ് ആയി. ഇവിടെ ഇപ്പം ബെയറിഷ് ക്യാൻഡിൽ വന്നു. നമ്മൾ ഓൾറെഡി ആ വിക്ക് നിങ്ങൾക്ക് കാണാം, ഒരു ഇനിഷ്യൽ ഒരു പ്രഷറുണ്ട്. പക്ഷേ ഇത് H4 ആണ്, ഇത് വീക്ക്ലി ആണ്. സോ എനിക്ക് അറിയേണ്ടത് വീക്ക്ലി ഹോൾഡ് ചെയ്യുമെന്നാണ്. അങ്ങനെയാണ് നമുക്ക് ഇത്തിരി കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ആദ്യം കിട്ടുക. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ചാർട്ട് നിൽക്കുന്നത്. ഇപ്പോൾ H4 നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, കാരണം നമ്മളെ സെഷനിൽ വരുമ്പോഴേ H4 നമുക്ക് റീഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കൂടുതലും കിട്ടിയ ഇൻഫർമേഷൻ വീക്ക്ലിയും ഡെയിലിയും നമുക്ക് ഇൻഡിസൈസീവ് ആണ്. വീക്ക്ലി അതുപോലെ തന്നെ ഡെയിലി നോക്കിയാലും ഇൻഡിസൈസീവ്നെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൈസ് അടുത്ത ആഴ്ച ഡെലിവർ ചെയ്യുന്നതനുസരിച്ചിരിക്കും. സോ ഇതൊക്കെയായിരുന്നു കേസ് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നത് നമുക്ക് ലാസ്റ്റ് വീക്കിൽ. അപ്പോൾ കമ്മ്യൂണിറ്റി ഉള്ളവരാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഇത് റീചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് ഇനീഷ്യൽ എൻട്രി, ഇത് ഓൾറെഡി ലാസ്റ്റ് വീക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് റണ്ണിങ് ആയിരുന്നു എന്നുള്ളത്. നല്ലൊരു എൻട്രി ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വീക്ക് ഞാൻ അനലൈസ് ചെയ്തപ്പോഴും പറഞ്ഞ കാര്യമാണ്, നമ്മൾ ലാസ്റ്റ് വീക്കിൻ്റെ ന്യൂസിൻ്റെ ക്യാൻഡിലെടുത്ത് കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനീഷ്യലി എൻ്റെ എല്ലാ ടാർഗറ്റും അവിടെ ആയിരുന്നു. ആ ലോ ആയിരുന്നു ഞാൻ ടാർഗറ്റ് ചെയ്തത് ബിഫോർ H4ൻ്റെ ഡെലിവറി. H4ൻ്റെ ഡെലിവറി കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി മിക്കവാറും നമ്മൾ H4ൻ്റെ ലോയും കൂടെ എടുത്ത് കളഞ്ഞിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആ ഡെലിവറി കൺഫേം ആയപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, എസ്പെഷ്യലി ഇവിടുത്തെ ഈ ബോഡി ക്ലോസ് അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓർഡർ ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രൈസ് എന്ത് ചെയ്ത് വീണ്ടും പുഷ് ചെയ്ത് ആ ലിക്വിഡിറ്റിയും കൂടെ എടുത്ത് കളഞ്ഞു ആക്ച്വലി. അതിന് വേറെ കാര്യമുണ്ട്, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു മണി ലെവലിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അഗൈൻ ഫ്രം എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. സോ ഇതൊക്കെയായിരുന്നു വീക്കിലി ഉണ്ടായിരുന്ന, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ആക്ച്വൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോടത്തും ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല. ലിക്വിഡിറ്റി എടുക്കാത്ത ഒരു ട്രേഡും ഇല്ല. ലിക്വിഡിറ്റി ഉണ്ടോ ട്രേഡുണ്ട്, ലിക്വിഡിറ്റി ഉണ്ടോ ട്രേഡുണ്ട്. ഇതിനിടയ്ക്കെല്ലാം വേറെ ട്രേഡ്സ് ഉണ്ടായിരുന്നു, ചിലതൊക്കെ എസ്എലും ചില ബ്രേക്ക് ഇവനും ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല ട്രേഡ്സ് കാണിക്കാനാണെങ്കിൽ ഈ 3 ട്രേഡ്സും ആയിരുന്നു. നല്ല നൈസായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇത് ലിറ്ററലി ന്യൂസ് കഴിഞ്ഞിട്ടുള്ള ട്രേഡായിരുന്നു. ന്യൂസ് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ട്രേഡായിരുന്നു. നല്ല ട്രേഡായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കമ്മ്യൂണിറ്റി ഉള്ളവർ എസ്പെഷ്യലി ഒന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഡിസ്കോഡിൽ അല്ലെങ്കിൽ Q&A സെഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ കേസ്, നമുക്കിനി
നമുക്കിനി നോക്കേണ്ടത് നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെയാണ് പ്രൈസ് ചെയ്യാൻ പോകുന്നതെന്നാണ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈയും സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ H1 നോക്കിയിട്ട് കാര്യമില്ല. അഗെയിൻ ഞാൻ ജസ്റ്റ് എൻട്രീസ് കാണിക്കാൻ വേണ്ടി ഈ ഒരു ടൈം ഫ്രെയിമിൽ വന്നതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. നെക്സ്റ്റ് വീക്ക് നമുക്ക് എങ്ങനെയാണ് പ്രൈസ് ഡെലിവർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പ്ലാൻസ് നോക്കാം. അഥവാ നമ്മൾ എന്തെങ്കിലും ട്രേഡ്സ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീക്കിലി അനാലിസിസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം സേഫായിട്ട് ട്രേഡ് ചെയ്യുക. നിങ്ങളൊന്ന് റീഅനലൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഡിസ്കോഡിലോ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ടേക്ക് കെയർ, ബൈ.